ചെന്നൈയിൽ നടന്നത് വെറുമൊരു യോഗമല്ല. ആളിക്കത്തിച്ചാൽ പടർന്നു പന്തലിച്ച് വൻ അഗ്നിയായി നശിപ്പിക്കാൻ ശേഷിയുണ്ട് ഈ ചെറുനാളത്തിന്. കേന്ദ്ര സർക്കാർ വടി കൊടുത്ത് അടി വാങ്ങുകയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം 13 പാർട്ടികളുടെ പ്രതിനിധികളാണ്. ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് യോഗം നൽകുന്ന സൂചന. ജനാധിപത്യവും ഫെഡറലിസവും സംരക്ഷിക്കാനാണ് ഈ പോരാട്ടമെന്ന് എം.കെ. സ്റ്റാലിൻ പറഞ്ഞു. മണ്ഡല പുനർനിർണയം തെക്കൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യത്തെ ബാധിക്കും. അതുകൊണ്ടാണ് ഒന്നിച്ചെതിർക്കുന്നത്. സംസ്ഥാനങ്ങളുടെ ശക്തി കുറയ്ക്കുക എന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ബി.ജെ.പി. മണ്ഡല പുനർനിർണയത്തെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾക്ക് വ്യക്തതയില്ല. 2 വർഷമായി മണിപ്പൂർ കത്തുകയാണ്. അവരുടെ ശബ്ദം പാർലമെന്റിൽ എത്തുന്നില്ല. കാരണം അവർക്ക് അംഗബലമില്ല. ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡലം പുനർനിർണയിക്കുന്നത് നീതിയല്ലെന്നും സ്റ്റാലിൻ പറഞ്ഞു. ഇടുങ്ങിയ രാഷ്ട്രീയ മനോഭാവത്തോടെയാണ് ബി.ജെ.പി. മണ്ഡല പുനർനിർണയം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നമ്മുടെയെല്ലാം തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാളാണ് മണ്ഡല പുനർനിർണയം. വടക്കേ ഇന്ത്യയിൽ മുൻതൂക്കം ലഭിക്കുമെന്നതുകൊണ്ടാണ് ബി.ജെ.പി. മണ്ഡല പുനർനിർണയവുമായി മുന്നോട്ട് പോകുന്നത്. കൂടിയാലോചനകളില്ലാതെ ബി.ജെ.പി. അവരുടെ തീരുമാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഒരു വശത്ത് ജനസംഖ്യാ വിസ്ഫോടനം ഫലപ്രദമായി നേരിട്ടതിന് കേന്ദ്ര സർക്കാർ ഞങ്ങളെ പ്രശംസിക്കുന്നു. മറുവശത്ത് നിങ്ങളുടെ ജനസംഖ്യ കുറവാണെന്ന് പറഞ്ഞ് അവർ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു. 1976 ജനസംഖ്യാ നിയന്ത്രണ നയം മുഴുവൻ രാജ്യത്തിനു വേണ്ടിയായിരുന്നു. എന്നാൽ കേരളം പോലുള്ള ചുരുക്കം ചില സംസ്ഥാനങ്ങൾ മാത്രമേ ഫലപ്രദമായി നടപ്പിലാക്കിയുള്ളൂ, മുഖ്യമന്ത്രി പറഞ്ഞു. ഭാരത് രാഷ്ട്രസമിതി നേതാവ് കെ.ടി. രാമറാവു കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ അതിശക്തമായി പ്രതികരിച്ചു. നമ്മൾ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അതിനെ ആൾക്കൂട്ട ഭരണമാക്കി മാറ്റാൻ അനുവദിക്കരുത്. പല മേഖലകളിലും നമ്മൾ വിജയികളാണ്. എന്നാൽ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് നമ്മളെ ശിക്ഷിക്കുകയാണ്. ഇപ്പോൾ ശബ്ദം ഉയർന്നില്ലെങ്കിൽ ചരിത്രം നമ്മളോട് പൊറുക്കില്ല. ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളും ചേർന്ന് രാജ്യത്തിൻ്റെ GDP-യുടെ 36% സംഭാവന ചെയ്യുന്നു. എന്നിട്ടും കേന്ദ്ര വിഭവങ്ങളുടെ വളരെ കുറച്ച് പങ്കാളിത്തം മാത്രമേ ലഭിക്കുന്നുള്ളൂ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കോട്ടം വരുത്തുന്ന രീതിയിൽ സമ്പദ് വിഭവങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്ന സ്ഥിതി മണ്ഡല പുനർനിർണയം ഉണ്ടാക്കും. ഇത് സംഭവിക്കാൻ അനുവദിച്ചാൽ ദക്ഷിണേന്ത്യൻ നേതാക്കൾ വരും തലമുറയോട് കാണിക്കുന്ന അന്യായമാണ്. ദക്ഷിണേന്ത്യക്കെതിരായ വേർതിരിവ് പുതിയതല്ല. എന്നാൽ കഴിഞ്ഞ 1 വർഷമായി അത് പേടിപ്പിക്കുന്ന തരത്തിലേക്ക് മാറി. ഹിന്ദി ഭാഷ നിർബന്ധമാക്കൽ മുതൽ വടക്കേ ഇന്ത്യക്ക് മാത്രമായി അനുവദിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി പോലുള്ളവ വരെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന വ്യക്തമായ വിവേചനമാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 100 വർഷങ്ങൾക്ക് ശേഷം 2047 ഇന്ത്യ സൂപ്പർ പവറാകണമെങ്കിൽ വികസനം കൊണ്ടുവരുന്നവരെ ശക്തരാക്കണം, അല്ലാതെ അവരെ നിശബ്ദരാക്കരുത്, കെ.ടി. രാമറാവു പറഞ്ഞു. യോഗത്തിൽ നിൽക്കുന്നത് കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടല്ലെന്നും സംസ്ഥാനത്തെ ആകെ പ്രതിനിധീകരിച്ചാണെന്നും ഡി.കെ. ശിവകുമാർ പറഞ്ഞു. ഇന്ത്യയുടെ വികസനത്തിന് മുൻനിരയിൽ നിന്ന സംസ്ഥാനമാണ് കർണാടക. ജനാധിപത്യത്തിൻ്റെ തൂണുകൾ ഓരോ ഘട്ടങ്ങളായി ഇളക്കി മാറ്റുകയാണ്. ഇത് വെറും നമ്പറുകൾക്കുള്ള പോരാട്ടമല്ല, പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സ്വത്വവും പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ്. ദക്ഷിണേന്ത്യയുടെ സംഭാവനകൾ വെച്ച് നോക്കിയാൽ നമുക്ക് 1500-ലധികം വർഷത്തെ ചരിത്രമുണ്ട്. കേന്ദ്ര സർക്കാരിലും സ്ഥാപനങ്ങളിലും എല്ലാ പ്രാദേശിക ഭാഷകൾക്കും തുല്യ പ്രാതിനിധ്യം വേണം, ഡി.കെ. ശിവകുമാർ പറഞ്ഞു. യോഗത്തിൽ പങ്കെടുത്ത മറ്റു നേതാക്കളും ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിനെതിരെ രൂപീകരിച്ച ജോയിൻ്റ് ആക്ഷൻ കമ്മിറ്റിയുടെ അടുത്ത യോഗം ഹൈദരാബാദിൽ നടക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ അറിയിച്ചു.